ഹായ് എവരി വൺ, ഏവർക്കും ടൂസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. സിടെക് സോഷ്യൽ സയൻസ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ടൂസ് അക്കാഡമി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ലാസ്റ്റ് റൗണ്ട് റിവിഷനാണ്. അവസാനഘട്ട പരിശ്രമങ്ങളിൽ നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട ഏരിയാസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോകാം. സിടെക് സോഷ്യൽ സയൻസ് എക്സാമിൻ്റെ മുൻവർഷ ക്വസ്റ്റ്യൻസ് പരിശോധിച്ചാൽ അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. പ്രത്യേകിച്ചും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലാണ് ക്വസ്റ്റ്യൻസിൽ പൊതുവെ കാണാറുള്ളത്. സോ ദ ഫസ്റ്റ് സിറ്റി ഡിസ്കവേർഡ് വാസ് ഹാരപ്പ, ലൊക്കേറ്റഡ് ഇൻ പ്രസന്റ് ഡേ പാകിസ്ഥാൻ പഞ്ചാബ് പ്രൊവിൻസ്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനെയാണ് നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന പേരിലും അറിയപ്പെടുന്നുള്ളത്. ദാറ്റ് ഫ്ലോറിഷ്ഡ് അറൌണ്ട് 4700 years ago. ഹാരപ്പയോടൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മറ്റ് പ്രധാനമായിട്ടുള്ള സിറ്റീസ് ആണ് മോഹൻജുദാരോ, അതുപോലെ തന്നെ ധോളവീര, കാലിബംഗൻ, ലോഥേൽ, ബനാവലി, അതേപോലെ തന്നെ രാഖിഗർഹി. അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റീസും അവിടെയുള്ള പ്രധാനമായിട്ടുള്ള സൈറ്റ്സുകളും ആണ് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, സോ ടുഗദർ ദേ ഫോം പാർട്ട് ഓഫ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ, വൺ ഓഫ് ദ വേൾഡ് ഏർലിയസ്റ്റ് അർബൻ സിവിലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഹാരപ്പൻ സിറ്റികളും ഇപ്പോൾ മോഡേൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ റീജിയൻ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ധോളവീര നിലവിൽ സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ്. ഹാരപ്പ സിറ്റുവേറ്റഡ് ഇൻ ഗുജറാത്ത് ആൻഡ് കാലിബംഗൻ സിന്ധ്, മോഹൻജുദാരോ ഹരിയാന ആൻഡ് രാഖിഗർഹി രാജസ്ഥാൻ. ഓക്കെ, അപ്പോൾ ഇതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രധാനമായിട്ടുള്ള ഹാരപ്പൻ സൈറ്റുകളും അവയുടെ മോഡേൺ ലൊക്കേഷൻ, അതുപോലെ തന്നെ കീ ഫൈൻഡിങ്സ് ആൻഡ് ഫീച്ചേഴ്സ്. ഓക്കെ, പ്രധാനമായിട്ടും ഇതിലെ കീ ഫൈൻഡിങ്സും അതിൻ്റെ പ്രധാന സൈറ്റുമാണ് അറിഞ്ഞിരിക്കേണ്ടത്. മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും എത്രത്തോളം പ്രാധാന്യം ഈ ഒരു ഏരിയയ്ക്ക് ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഹാരപ്പ എന്ന് പറയുന്ന സൈറ്റ് പ്രസന്റ്ലി സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബ് പാകിസ്ഥാൻ, അതായത് ഈ രണ്ട് ഭാഗങ്ങളിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കീ ഫൈൻഡിങ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാനറീസ്, അതുപോലെ തന്നെ കഫിൻ ബ്യൂറിൽസ്, അതുപോലെ തന്നെ റെഡ് സാൻഡ്സ്റ്റോൺ മെയിൽ ടോസോ, മദർ ഓഫ് ഗോഡസ് ഫിഗറിൻസ് ഒക്കെ തന്നെ ഹാരപ്പൻ സൈറ്റിൽ നിന്നുമാണ് ലഭിച്ചിട്ടുള്ളത്. അടുത്തതാണ് മോഹൻജുദാരോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോഹൻജുദാരോ എന്ന് പറയുന്നത് സിന്ധ് ആൻഡ് പാകിസ്ഥാനാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. മോഹൻജുദാരോയെ വിശേഷിപ്പിക്കുന്നത് മൗണ്ട് ഓഫ് ദ ഡെഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ മരിച്ചവരുടെ കുന്ന് എന്നാണ് മോഹൻജുദാരോയെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ മോഹൻജുദാരോയിൽ നിന്നുമാണ് ഗ്രേറ്റ് ബാത്ത്, അതുപോലെ തന്നെ ഗ്രേറ്റ് ഗ്യാനറി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ബ്രൗൺസ് ഡാൻസിങ് ഗേൾ ആൻഡ് പശുപതി സീൽ, സ്റ്റീറ്റെയിൽ പ്രീസ്റ്റ് കിങ് സ്റ്റാറ്റ്യൂ ആൻഡ് വോവൻ കോട്ടൺ. ഇതെല്ലാം തന്നെ മോഹൻജുദാരോയിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഫൈൻഡിങ്സ് ആണ് കേട്ടോ. അപ്പോൾ മോഹൻജുദാരോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഗ്രേറ്റ് ബാത്തും അതുപോലെ തന്നെ ബ്രോൺസ് ഡാൻസിങ് ഗേളുമാണ്. ഓക്കെ, അടുത്തത് ലോഥേലാണ്, ഗുജറാത്ത്, നമ്മുടെ ഇന്ത്യയിലെ ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോ വേൾഡ് ഏർലിയസ്റ്റ് ആർട്ടിഫിഷ്യൽ ഡോക്ക് യാർഡ്, അതുപോലെ തന്നെ പോർട്ട് സിറ്റി, റൈസ് ഹസ്ക്, ബ്ലേഡ് മേക്കിംഗ് ഫാക്ടറി, പേർഷ്യൻ ഗൾഫ് സീൽസ്, ഫയർ അൾട്ടേഴ്സ്, ജോയിന്റ് ബ്യൂറസ് തുടങ്ങിയിട്ടുള്ളവയാണ് ഈ സൈറ്റിലെ കീ ഫൈൻഡിങ്സ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ധോളവീരയാണ്, ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഡിവൈഡഡ് ഇൻറ്റു 3 പാർട്സ്, സിറ്റാഡൽ, മിഡിൽ ആൻഡ് ലോവർ, യൂണിക് വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം, അതായത് ഡാമുകൾ പോലെയുള്ള സിസ്റ്റം ഒക്കെ, ആൻഡ് 10 സൈൻ ബോർഡ്, സ്റ്റേഡിയം തുടങ്ങിയിട്ടുള്ളവയാണ് ധോളവീരയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മേജർ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. ആൻഡ് അടുത്തതാണ് കാലിബംഗൻ എന്ന് പറയുന്നത്, രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ളതാണ് പ്ലഫ്ഡ് ഫീൽഡ് എന്ന് പറയുന്നത്. ആൻഡ് ക്യാമൽ ബോൺസുകൾ, അതുപോലെ തന്നെ ബ്ലാക്ക് ബാംഗിൾസ്, വുഡൻ ഡ്രെയിനേജ് സിസ്റ്റം, ഇതെല്ലാം തന്നെ കാലിബംഗനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഫൈൻഡിങ്സിനകത്ത് ഉൾപ്പെടുന്നതാണ്. ആൻഡ്
ചാൻഗുദാരോ സിന്ധാൻ പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. The only site without a citadel, manufactured hub, incarpet and lipstick, wheat making factories, footprints of dog chasing a cat. And then next എന്ന് പറയുന്നത് ബനാവലി ആണ്, ഹരിയാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹൈ ക്വാളിറ്റി ബർലി ആൻഡ് ടെറക്കോട്ട ടോയ് ഫ്ലഫ്, റേഡിയൽ സ്ട്രീറ്റ് പ്ലാനിംഗ്, ഇതെല്ലാം തന്നെ ലഭിച്ചിട്ടുള്ളത് ബനാവലിയിൽ നിന്നുമാണ് കേട്ടോ. അപ്പോൾ ബനാവലിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടോയ് പ്ലഫിൻ്റെ, അതായത് ടെറക്കോട്ട ടോയ് പ്ലഫ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്, ആൻഡ് ബാർലി. ദെൻ നെക്സ്റ്റ് രാഖി ഗർഹിൽ നിന്നും, അതായത് ഹരിയാനയിലെ രാഖി ഗർഹിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ കറൻ്റ്ലി ഇറ്റ് കൺസിഡർഡ് ദ ലാർജസ്റ്റ് സൈറ്റ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആൻഡ് ലാർജ് ഗ്രാനറി ആൻഡ് സിമെൻറ്ററി വിത്ത് human DNA evidence. Next, സുർക്കോട്ടാട്ട. ഓക്കെ, അപ്പോൾ ഗുജറാത്തിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. The only site provide actual horse bones. Then next, സുത്കാഗൻ ഡോട്ട് ബലൂചിസ്ഥാനിലാണ് പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. വെസ്റ്റേൺ മോസ്റ്റ് സൈറ്റ് ട്രേഡ് പോസ്റ്റ് ബിറ്റ്വീൻ ഹാരപ്പ ആൻഡ് ബാബിലോൺ. അപ്പോൾ ഹാരപ്പയും അതേപോലെ തന്നെ ബാബിലോണും തമ്മിൽ, അതായത് മെസപ്പൊട്ടോമിയയും തമ്മിലുള്ള ആ ഒരു ട്രേഡ് പോസ്റ്റ് ആണ് ഈ പറഞ്ഞ തരത്തിൽ ബലൂചിസ്ഥാൻ സ്ഥിതി ചെയ്യുന്ന സുട്കാഗൻ ഡോർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞു വന്ന ഏരിയയിൽ നിന്നും മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫ്രം വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹാരപ്പൻ സൈറ്റ് ടെറാക്കോട്ട ഓഫ് പ്ലഫ് വാസ് ഫൗണ്ട്? ബനാവലിയാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യം കൂടിയാണ്. ആൻഡ് നെക്സ്റ്റ്, ദ ഫേമസ് ഡാൻസിങ് ഗേൾ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് മെയ്ഡ് യൂസിങ് ദ മെറ്റീരിയൽ ഓഫ് ബ്രൗൺസ് ആണ് അല്ലേ. അപ്പോൾ ബ്രൗൺസ് ഡാൻസിങ് ഗേൾ എവിടെ നിന്നുമാണ് ലഭിച്ചിട്ടുള്ളത്? മോഹൻജദാരോയിൽ നിന്നുമാണ് ഈ ഒരു എവിഡൻസ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബ്രൗൺസ് ആണ്. അപ്പോൾ ഈ ഹാരപ്പൻ സിവിലൈസേഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാലിയോലിത്തിക്, മീസോലിത്തിക് സൈറ്റുകളും കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് പാലിയോലിത്തിക് സൈറ്റ് വെയർ ടൂൾസ് മെയ്ഡ് ലൈംസ്റ്റോൺ ഫൗണ്ട്? അപ്പോൾ ലൈംസ്റ്റോൺ കണ്ടെത്തിയിട്ടുള്ള, അതായത് ലൈംസ്റ്റോൺ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ടൂൾസുകൾ കണ്ടെത്തിയിട്ടുള്ളത് ഹൻസ്കിയിൽ നിന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹൻസ്കി ആണ്. ഹിസ്റ്ററിയിൽ ദ ഫസ്റ്റ് എംപയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ എന്ന് പറയുന്നത് മൗര്യ ഡൈനസ്റ്റിയെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ മൗര്യ ഡൈനസ്റ്റിയിലെ പ്രധാനമായിട്ടുള്ള റൂളേഴ്സിൽ ഒരാളാണ് അശോക എന്ന് പറയുന്നത്. സോ അശോക വാസ് ദ ഗ്രേറ്റസ്റ്റ് മൗര്യ റൂളർ ആൻഡ് ചന്ദ്രഗുപ്ത മൗര്യാസ് grandson. The Battle of Kalinga changed Ashoka's life forever. He gave up violence and adopted Buddhism. And his Dhamma taught people to be kind, respectful and tolerant. Ashoka spread Buddhism in India and abroad through his children and monks. He carved his message on rocks and pillars that called edicts. And he is known as one of the greatest emperors in the Indian history. Okay. അപ്പോൾ അശോകനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് ഈ ഒരു സീറ്റഡ് സോഷ്യൽ സയൻസ് എക്സാമിന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അശോക ഹിസ്റ്ററി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം മൗര്യ ഡൈനസ്റ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളേഴ്സിൽ ഒരാളാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഏർപ്പെട്ടിട്ടുള്ള ഒരു യുദ്ധമാണ് കലിംഗ വാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കലിംഗ വാറിന് ശേഷമാണ് അശോകയുടെ ആ ഒരു രീതി തന്നെ മാറിയിട്ടുള്ളത്. അദ്ദേഹം വയലൻസ് ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ബുദ്ധിസം അഡോപ്റ്റ് ചെയ്യുകയും ധമ്മ അദ്ദേഹത്തിൻ്റെ, അതായത് എങ്ങനെ കൈൻഡ് ആയിരിക്കണം, റെസ്പെക്ട്ഫുൾ ആയിരിക്കണം, ടോളറൻ്റ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം ധമ്മ എന്ന രീതിയിൽ അതിനെ പ്രചരിപ്പിക്കാൻ തുടങ്ങുകയും അതുപോലെ തന്നെ ബുദ്ധിസം ഇന്ത്യയിലും എബ്രോഡും ഒക്കെ തന്നെ അദ്ദേഹം സ്പ്രെഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മെസ്സേജസ് അദ്ദേഹം റോക്സിലും പില്ലേഴ്സിലുമാണ് എഴുതിയിട്ടുള്ളത്. അപ്പം അവയെ എഡിക്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് എംപീറേഴ്സിൽ ഒരാളാണ് അശോക എന്ന് പറയുന്നത്. ഇനി കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. At which of the following places
Ashoka's inscription has been found in Greek and Aramaic language. അപ്പോൾ ഏറ്റവും കൂടുതൽ അശോക ഇൻസ്ക്രിപ്ഷനിൽ യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രാകൃത് ലാംഗ്വേജ് ആണ്. പ്രത്യേകിച്ച് നോർത്ത് വെസ്റ്റ് സബ് കോണ്ടിനെന്റിൽ ആണ് അദ്ദേഹം ഈ ഗ്രീക്ക് ആൻഡ് അറമൈക് ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്ക്രിപ്ഷൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. പ്രാകൃത് ഇൻസ്ക്രിപ്ഷൻസ് എല്ലാം തന്നെ ബ്രഹ്മി സ്ക്രിപ്റ്റിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന എല്ലാ മോഡേൺ ലാംഗ്വേജും, അതായത് പ്രത്യേകിച്ചും മലയാളം, അതുപോലെ തന്നെ ബംഗാളി, ഇതെല്ലാം തന്നെ ബ്രാഹ്മി സ്ക്രിപ്റ്റിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. എന്നാൽ നോർത്ത് വെസ്റ്റ് ഏരിയയിൽ അദ്ദേഹം കരോഷ്ടി ലിപിയിലാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അരാമൈക് ആൻഡ് ഗ്രീക്ക് സ്ക്രിപ്റ്റുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് കാണ്ഡഹാർ ആണ് കേട്ടോ, കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ അശോക ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇൻസ്ക്രിപ്ഷൻസിന്റെ ടൈറ്റിൽ എല്ലാം തന്നെ ദേവനാംപിയ, ബിലോവ്ഡ് ഓഫ് ദി ഗോഡ്സ് എന്നാണ് അർത്ഥമാക്കുന്നത്. ആൻഡ് പിയദാസി എന്ന് പറയുന്നത് പ്ലസന്റ് ടു ബി ഹോൾഡ് എന്നുള്ളതുമാണ്. So the name of Ashoka is mentioned in some other inscriptions which also contain these titles. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ഹിരണ്യഗർഭ, പ്രശസ്തി, പിഷ്താക് ആൻഡ് നസ്താലിക് തുടങ്ങിയിട്ടുള്ള വാക്കുകൾക്ക് മാച്ച് ചെയ്യുന്നത് ലിസ്റ്റ് 2-ൽ നിന്നും കണ്ടെത്തുക എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഹിരണ്യഗർഭ ആണ്. അപ്പോൾ ഹിരണ്യഗർഭ എന്ന് പറയുന്നത് ഒരു റിച്വൽ ആണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ വോംബ് എന്നാണ്. സോ ദിസ് വാസ് എ വേദിക് റിച്വൽ പെർഫോംഡ് ബൈ കിങ്സ് ടു സിഗ്നിഫൈ റീബർത്ത് ഇൻ ടു ക്ഷത്രിയ കാസ്റ്റ് ഈവൻ ഇഫ് ദേ വെയർ നോട്ട് ബോൺ ഇൻ ടു ഇറ്റ്. ഓക്കെ, അപ്പോൾ അത് ഹിരണ്യഗർഭ എന്ന് പറയുന്നത് റിച്വൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേം ആണെന്ന് മനസ്സിലാക്കാം. അടുത്തത് പ്രശസ്തിയാണ്. അപ്പോൾ പ്രശസ്തി എന്ന് പറയുന്നത് ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ പ്രശസ്തി എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് വേർഡ് മീൻ ചെയ്യുന്നത് ഇൻ പ്രൈസ് ഓഫ് എന്നാണ്. സോ ദീസ് വെയർ ഇൻസ്ക്രിപ്ഷൻസ് കമ്പോസ്ഡ് ബൈ പോയറ്റ്സ് ഓർ സ്കോളേഴ്സ് ടു eulogize the victories and lineage and virtues of their rulers. A famous example is the Prayaga Prashasti. അലഹബാദ് പില്ലറിലെ പ്രയാഗ പ്രശസ്തി എന്ന് പറയുന്നത് സമുദ്രഗുപ്തയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ പോയിറ്റ്സ് അല്ലെങ്കിൽ സ്കോളേഴ്സ്, ഇപ്പോൾ രാജാക്കന്മാരുടെ വിക്ടറീസ്, അവരുടെ പ്രതാപം ഒക്കെ തന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പ്രശസ്തി ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതാണ് പിഷ്താക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പിഷ്താക്ക് എന്ന് പറയുന്ന വാക്കിനർത്ഥം ഗേറ്റ് വേ എന്നാണ്. സോ എ പ്രോമിനന്റ് ഫീച്ചർ ഇൻ ഇൻഡോ ഇസ്ലാമിക് ആൻഡ് പേർഷ്യൻ ആർക്കിടെക്ചർ. എ പിഷ്താക്ക് ഈസ് tall rectangular frame surrounding by arched entrance. It often served as grand portal for mosque, tomb and palace. Okay, അപ്പോൾ പിഷ്താക്ക് എന്താണെന്നും ഇപ്പോൾ മനസ്സിലായി കാണും. നെക്സ്റ്റ് ആണ് നസ്താലിക് എന്ന് പറയുന്നത്. അപ്പോൾ നസ്താലിക് എന്ന് പറയുന്നത് ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ്. ഓക്കെ, എ ഫ്ലൂയിഡ് കർസീവ് കാലിഗ്രാഫ് സ്ക്രിപ്റ്റ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് പേർഷ്യൻ, ഉർദു ആൻഡ് കാശ്മീരി. It's known for its elegant slanting lines and was highly favored in Mughal and Safavid courts. Okay, അപ്പോൾ ഹിരണ്യഗർഭ എന്ന് പറയുന്നത് ഒരു റിച്വലുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ആൻഡ് അടുത്തതായിട്ടുള്ളത് പ്രശസ്തി എന്ന് പറയുന്നത് ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ്. ആൻഡ് പിഷ്താക്ക് എന്ന് പറയുന്നത് ഗേറ്റ് വേ ആണ്. ദെൻ നസ്താലിക് എന്ന് പറയുന്നത് റൈറ്റിംഗ് സ്റ്റൈലാണ്. ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ ഫ്രീഡം മൂവ്മെന്റുമായി റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ തന്നിട്ടുള്ളത്. ഈ തന്നിട്ടുള്ള ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളവ ഏതൊക്കെയാണെന്നാണ്. സോ ദ ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ബ്രിട്ടീഷ് റൂൾ ഇന്റൻസിഫൈഡ് 1870 and 1880s. The Armed Act was passed in 1878, disallowing Indian from possessing arms, and the Vernacular Press Act was passed in 1880 to support the government. In 1883, there was furor over the attempt by the government to introduce Ilbert Bill. Okay, അതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഓരോ ഓപ്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആംസ് ആക്ട് പാസ്സാക്കിയത് 1878-ലാണ്.
This act disallowed Indians from possessing arms. അപ്പോൾ ലോർഡ് ലിറ്റൺ ആണ് ഈ ഒരു ആംസ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും യൂറോപ്യൻസിന് ലൈസൻസ് കൂടാതെ ആയുധങ്ങൾ സൂക്ഷിക്കാൻ സാധിക്കും, എന്നാൽ ഇന്ത്യൻസിന് ഇത് നിരോധിക്കുകയും ചെയ്തു. ഇന്ത്യൻസ് ആയുധങ്ങൾ കൈവശം വെക്കുന്നത് തടയുക മാത്രമല്ല, ലൈസൻസ് ഇല്ലാതെ ആയുധം കൈവശം വെക്കുന്നവരെ ക്രിമിനൽസ് ആയിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യയിൽ ആംസ് ആക്ട് 1859 പുതിയൊരു നിയമം വന്നത് വഴി ഈ പഴയ നിയമം, അതായത് ആംസ് ആക്ട് 1878 റദ്ദാക്കപ്പെടുകയുണ്ടായി. ഇനി അടുത്തത് വെർണക്കുലർ പ്രസ് ആക്ട് ആണ്. വെർണക്കുലർ പ്രസ് ആക്ട് 1878 പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ തന്നത് റോങ് ആണ്. 1878 ആണ് വെർണക്കുലർ പ്രസ് ആക്ട് പാസ്സാക്കിയിട്ടുള്ള വർഷം എന്ന് പറയുന്നത്. സോ ദിസ് ആക്ട് empower the government to confiscate the asset of newspapers including their printing presses if their newspaper published anything objectionable. അപ്പോൾ വെർണക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്നത് ലിറ്റൺ പ്രഭു ആണ് ഈ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. 1878 പ്രധാനമായിട്ടും ലോക്കൽ ലാംഗ്വേജസിലുള്ള പത്രങ്ങൾ, അതായത് പ്രിന്റിംഗ് പ്രോസസ്സുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒന്നാണ് വെർണക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്നത്. അടുത്തത് പ്രധാനമായിട്ടുള്ള ഒരു ആക്ട് ആണ് ഇൽബർട്ട് ബിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെർണക്കുലർ പ്രസ് ആക്ട് പാസ്സാക്കിയ വർഷം 1878 ആണ്. എന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഇതൊരു റോങ് ആയിട്ടുള്ള ഇയർ ആണ്. അപ്പോൾ കറക്റ്റ് ഇയർ എന്ന് പറയുന്നത് 1878 ആണ്. ഓക്കെ, അപ്പോൾ വെർണക്കുലർ പ്രസ് ആക്ട് 1878, അതുപോലെ തന്നെ ആംസ് ആക്ട് 1878. ഓക്കെ, ഇത് മറക്കാതെ പഠിക്കുക. അടുത്തതാണ് ഇൽബർട്ട് ബിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൽബർട്ട് ബില്ലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1883 ഇൽബർട്ട് ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. So the bill made provision for trial of British or European person by Indians. Thus the Ilbert Bill sought equality between British and Indian judges in the country. But the whites opposed the bill and forced the government to withdraw it. Okay, അപ്പോൾ ഇൽബർട്ട് ബിൽ എന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യയിലെയും അതുപോലെ തന്നെ യൂറോപ്യൻ ജഡ്ജിമാർക്കും ഈക്വൽ ആയിട്ടുള്ള അധികാരം കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ്. അതായത് പ്രധാനമായിട്ടും ഇന്ത്യയിലെ മുതിർന്ന ജഡ്ജിമാർക്ക് യൂറോപ്യൻ പ്രതികളെ വിചാരണ ചെയ്യാനുള്ള അധികാരം നൽകുക എന്നുള്ളതാണ് ഈ ഒരു ഇൽബർട്ട് ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോർഡ് റിപ്പൺ പ്രഭു ആണ് ഇൽബർട്ട് ബില്ല് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ യൂറോപ്യൻസ് ഇതിനെ ശക്തമായിട്ട് എതിർക്കുകയുണ്ടായി. അതായത് യൂറോപ്യൻ കുറ്റവാളികളെ ഇന്ത്യൻ ജഡ്ജിമാരെ വിചാരണ ചെയ്യുന്നതിനെതിരെ അവർ മുന്നോട്ട് വരികയുണ്ടായി. അപ്പോൾ ഇൽബർട്ട് ബില്ല് സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രീവിയസ് ഇയറിൽ കാണാൻ സാധിക്കും. അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിട്ടുള്ളത്. സോ ഇന്ത്യൻസ് ഒപ്പോസ് ദ ബിൽ ആസ് ഇറ്റ് ഗേവ് free hand to the British government to have trial of Indians without evidence. British opposed the bill as Indians could take up trial British or European people, and the bill sought equality between British and Indian judges. The bill was racist towards the Indian people. Okay, ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ബി ആൻഡ് സി ആണ്. ഓക്കെ, അപ്പോൾ ഇൽബർട്ട് ബില്ല്, അതുപോലെ തന്നെ ആംസ് ആക്ട് ആൻഡ് വെർണക്കുലർ പ്രസ് ആക്ട്, ഇതെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയിട്ട് പോയാൽ ഉപകാരപ്പെടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജോഗ്രഫിയിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Our solar family consists of following celestial bodies. അപ്പം വളരെ ബേസിക് ലെവൽ തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾ ആരും തന്നെ ഇങ്ങനെയുള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് മാർക്ക് കളയരുത്. സോ സെലസ്റ്റിയൽ ബോഡിയിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് സൺ, പ്ലാനറ്റ്, സാറ്റലൈറ്റ്, ആസ്ട്രോയിഡ്സ്, മീറ്ററോയിഡ്സ്, ഇതെല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, സോ അടുത്തതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് പ്ലാനറ്റ്സ്? They are lit by the light of the stars and they are made up only rocks. All planets have their moons. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം പ്ലാനറ്റ്സ് ഡു നോട്ട് പ്രൊഡ്യൂസ് ദെയർ ഓൺ ലൈറ്റ് ആൻഡ് ഹീറ്റ്. ദേ റിഫ്ലക്ട് ദ ലൈറ്റ് ഫ്രം സ്റ്റാർസ് സച്ച് ആസ് സൺ ഇൻ അവർ സോളാർ സിസ്റ്റം.
ആൻഡ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രധാനമായിട്ടും ഇന്നർ പ്ലാനറ്റ്സ് ആയിട്ടുള്ള മെർക്കുറി, വീനസ്, എർത്ത്, മാർസ് ഇവയെല്ലാം തന്നെയാണ് റോക്സ് ആൻഡ് മെറ്റൽസ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ളത്. ഔട്ടർ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് ജൂപ്പിറ്റർ, സാറ്റർൺ, യുറാനസ്, നെപ്റ്റ്യൂൺസ് ആർ ഗ്യാസ് ഓർ ഐസ് ഗെയിൻസ് ആർ പ്രൈമറിലി മെയ്ഡ് ഓഫ് ഗ്യാസ് ആൻഡ് ലിക്വിഡ്സ്. ഓക്കെ, സോ തേർഡ് സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. Not all planets have a moon. For example, Mercury and Venus do not have any natural satellite. ജോഗ്രഫിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ലഡാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലഡാക്കിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുൻവർഷങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലഡാക്ക് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് വാക്കുകളാണ്, ലാ ആൻഡ് ഡാക്ക്. അപ്പോൾ ലാ എന്ന വാക്കിൻ്റെ അർത്ഥം മൗണ്ടെയിൻ പാസ് എന്നും ഡാക്ക് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് കൺട്രി എന്നുമാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഒരു കോൾഡ് ഡെസേർട്ട് ആണ് ലഡാക്ക് എന്ന് പറയുന്നത്. ലൈങ് ഇൻ ദ ഗ്രേറ്റ് ഹിമാലയാസ് ഓൺ ദ ഈസ്റ്റേൺ സൈഡ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. It's enclosed in the north by Karakoram Range and the south in Saskar Mountains. ഒരുപാട് നദികൾ ഈ ലഡാക്കിൽ കൂടെ ഒഴുകുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇൻഡസ് റിവർ ആണ്. സോ ദ റിവേഴ്സ് from deep valleys and gorges. Several glaciers are found in Ladakh. The Gangri Glacier is an example. The altitude in Ladakh varies from about 3000 meter in Kargil to more than 8000 meter in Karakoram. അടുത്ത നമുക്ക് ഈ ഒരു ഏരിയയിലെ ക്ലൈമറ്റിനെ കുറിച്ചിട്ട് നോക്കാം. ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ ഫ്രീസിങ് കോൾഡ് ആൻഡ് ഡ്രൈ ആണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ആൻഡ് തിൻ air is so thin and that the sun heat can be felt intensely. Summer temperature during the day is just above 0 degree and night temperature much below minus 30 degree. In winter, the temperature remain low as minus 40 degree most of the time and the rainfall in this region is low. It is low as 10 centimeter annually. This is because it lies in the rain shadow of the Himalayas. The area experiencing freezing wind and burning sunlight. Consequently, if someone sits in the sun with his hand in the shade, he will experience sunstroke as well as frostbite at the same time. അപ്പോൾ നമ്മൾ പഠിച്ച പോർഷനിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. Consider the following statement about Ladakh. Choose the correct option. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ മനസ്സിലായെങ്കിൽ വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. സെവറൽ റിവേഴ്സ് ഫ്ലോ ത്രൂ ലഡാക്ക് കറക്റ്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവർ ആണ് ഇൻഡസ് എന്ന് പറയുന്നത്. ഡ്യൂ ടു ഹൈ ഓൾട്ടിറ്റ്യൂഡ് ദ ക്ലൈമറ്റ് ഈസ് എക്സ്ട്രീംലി കോൾഡ്, അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ഓപ്ഷൻ സി വന്നിട്ട് ഡിസ്പൈറ്റ് being in the rain shadow of Himalayas there is high rainfall, അതൊരു wrong statement ആണ്. and last വന്നിട്ട് this area experiencing freezing winds and burning hot sunlight. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ, ബി ആൻഡ് ഡി ഇവ മൂന്നുമാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ലഡാക്കിനെ ലിറ്റിൽ ടിബറ്റ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എന്താണ് റീസൺ നമുക്ക് നോക്കാം. ജോഗ്രഫിക്കൽ പ്രോക്സിമിറ്റി, അത് കറക്റ്റ് ആണ് കേട്ടോ. റിലീജിയസ് സിമിലാരിറ്റി, അതും കറക്റ്റ് ആണ്. ആൻഡ് സിമിലർ ക്വിസൻസ്, ഇവ മൂന്നുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ എ, ബി ആൻഡ് സി. ഇനി നമുക്ക് അതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷനിലേക്ക് പോകാം. സോ ദ പീപ്പിൾ ഹിയർ ആർ എയ്തർ മുസ്ലിംസ് ഓർ ബുദ്ധിസ്റ്റ്. Many Buddhist monasteries dot the Ladakh landscape with their traditional gombas. Some of the famous monasteries are Hemis, Tiksi, She, Lamayuru, and the people of this region resemble the people of Tibet and Central Asia. ജോഗ്രഫിയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാന ഏരിയ ആണ് ആമസോൺ റിവർ ബേസിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഈ പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആമസോൺ റിവർ ബേസിനെ കുറിച്ചിട്ട് കൂടുതൽ പറയുകയാണെങ്കിൽ സൗത്ത് അമേരിക്കയിലാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും ബ്രസീൽ, പെറു, കൊളംബിയ തുടങ്ങിയിട്ടുള്ള ഏരിയാസ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഹോട്ട് ആൻഡ് വെറ്റ് ക്ലൈമറ്റ് ആണ്, ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് ആണ്. ഹൈ ഹ്യൂമിഡിറ്റി ആൻഡ്
സിക്കി. നൈറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ലോവർ ബട്ട് ഹ്യൂമിഡിറ്റി പെർസിസ്റ്റ്. ആമസോൺ റിവർ ബേസിൻ ലൈസ് നിയർ ദ ഇക്വേറ്റർ. Amazon River was discovered by Spanish explorer Vincent Yanes Pinzon. The Amazon River basin lies in the tropical region close to the equator between 10 degrees north and 10 degrees south, and the river Amazon flows through this region. Amazon River basin drains portions of Brazil, parts of Peru, Bolivia, Ecuador, Colombia, and small part of the Venezuela. People practice slash and burn agriculture. The staple food is manioc, also known as cassava, that grows under the ground like potato. They mainly grow tapioca, pineapple, and sweet potato, and they also eat quinoa, ants, and egg sacs. Cash crops like coffee, maize, and cocoa are also grown. Life of the people of Amazon basin is slowly changing. Now they use aircraft and helicopters are also used for reaching various places, and Amazon highway made all part of the rainforest accessible. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമുക്ക് ആമസോൺ റിവർ ബേസിനുമായി റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള മുൻവർഷ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഓർ ആർ ട്രൂ അബൌട്ട് ആമസോൺ ബേസിൻ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ദ റിവർ നൈൽ ഫ്ലോ ത്രൂ ദിസ് റീജിയൻ. അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കറിയാം ആമസോൺ റിവർ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരേണ്ടത്, ബട്ട് നൈൽ അല്ല. ബോത്ത് ഡേയ്സ് ആൻഡ് നൈറ്റ് ആർ ഓൾസോ ഈക്വലി ഹോട്ട് ആൻഡ് വെറ്റ് ഹ്യൂമിഡ് ഹിയർ. ഒരു ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ആൻസർ ആണ്. അറ്റ് ദ നൈറ്റ് ടെമ്പറേച്ചർ ഗോസ് ഡൗൺ ബട്ട് ഹ്യൂമിഡിറ്റി റിമൈൻസ് ഹൈ. അതും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആൻഡ് സി ആണ് ട്രൂ എന്ന് പറയുന്നത്. അപ്പോൾ 4 ആണ്, ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് ആമസോൺ ബേസിനെ കുറിച്ച് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ദ റീജിയൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹോട്ട് ആൻഡ് വെറ്റ് ക്ലൈമറ്റ് ത്രൂ ഔട്ട് ദി ഇയർ. അത് കറക്റ്റ് ആണ് അല്ലേ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പീപ്പിൾ പ്രാക്ടീസ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. അതും കറക്റ്റ് ആണ്. ആൻഡ് പീപ്പിൾ മെയിൻലി ഗ്രോ പാഡി. അത് റോങ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആണ്. ആൻഡ് ലാസ്റ്റ് വന്നിട്ട് എയർക്രാഫ്റ്റ് ആൻഡ് ഹെലികോപ്റ്റേഴ്സ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ റീച്ചിങ് വേരിയസ് പ്ലേസസ് ഓൺ ദ ബേസ്. അതും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ, ബി ആൻഡ് ഡി ഇവ മൂന്നുമാണ് കറക്റ്റ് ആയിട്ടുള്ളവയെന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഗൾഫ് സ്ട്രീം ഇസ് എ വാം ഓഷ്യൻ കറന്റ് ബിക്കോസ് ഇറ്റ്. സോ ആദ്യം തന്നെ നമ്മൾ ഓഷ്യൻ കറന്റ് എന്താണെന്ന് നോക്കാം. ഓഷ്യൻ കറന്റ്സ് ആർ ദോസ് കണ്ടിന്യൂസ് പ്രെഡിക്റ്റബിൾ ഡയറക്ഷണൽ മൂവ്മെന്റ് ഓഫ് സീ വാട്ടർ. ഇറ്റ്സ് എ മാസീവ് മൂവ്മെന്റ് ഓഫ് ocean water that is caused and influenced by various forces. They are like a river flowing the oceans. An ocean water move in 2 directions, horizontally and vertically. Horizontal movement are referred to as current, while the vertical changes are called upwelling or downwelling. An ocean current impact the humankind and the biosphere due to the influence of climate. അപ്പം ഓഷ്യൻ കറന്റ് എന്ന് പറഞ്ഞാൽ പല കാരണങ്ങളാണ്. അതിനകത്ത് ഇപ്പം നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറയാം, അതുപോലെ കൊറിയോളിസിസ് പ്രഭാവം പറയാം, അന്തരീക്ഷത്തിലെ മാറ്റങ്ങളൊക്കെ പറയാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സമുദ്രത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ഓഷ്യൻ കറന്റ് അഥവാ സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. അതായത് സമുദ്രജലം 2 ഡയറക്ഷനിലേക്ക് നീങ്ങുന്നതിനെയാണ് പ്രധാനമായിട്ടും സമുദ്രജല പ്രവാഹം അഥവാ ഓഷ്യൻ കറന്റ് എന്ന് പറയുന്നത്. ഒന്നുകിൽ ഹൊറിസോണ്ടലി ആയിരിക്കാം അല്ലെങ്കിൽ വെർട്ടിക്കലി ആയിരിക്കാം. ഹൊറിസോണ്ടൽ മൂവ്മെന്റിനെയാണ് നമ്മൾ ഓഷ്യൻ കറന്റ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് മൂവ് ഫ്രം പോൾ ടു ഇക്വേറ്റർ എന്നുള്ളതാണ്. സോ ഗൾഫ് സ്ട്രീം ബ്രിങ് വാം വാട്ടർ ഫ്രം ദ ഗൾഫ് ഓഫ് മെക്സിക്കോ അപ് ടു ദ നോർവേൻ സീ. As the warm water comes in colder and denser and water sink and begin moving south, eventually flowing along the bottom of the ocean to Antarctica. Its presence has led to the development of strong cyclone of all type both within the atmosphere and within the ocean. Hence the Gulf Stream is a warm current. This has tendency to move towards the pole.
അപ്പൊ ഇതില് ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഓഷൻ കറന്റ് ആണ്. ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നത് വാം ഓഷൻ കറന്റ് ആണ്. പ്രധാനമായിട്ട് ഇത് മൂവ് ഫ്രം പോൾ ടു ഇക്വേറ്റർ ആണ്. So another question related to geography. Match the following. It's a common question. So the column 1, ozone layer, radio transmission, weather phenomena and thin air. Column 2, troposphere, exosphere, stratosphere and thermosphere. സോ ഓസോൺ ലെയർ എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം എക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കോളം 2-ലെ 3 ഓപ്ഷൻ ആണ്, സ്ട്രാറ്റോസ്ഫിയർ ആണ്. ആൻഡ് റേഡിയോ ട്രാൻസ്മിഷൻ നടക്കുന്നത് തെർമോസ്ഫിയറിലാണ്. സോ ബി ഓപ്ഷൻ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഓപ്ഷൻ 4 ആണ്. ആൻഡ് ദെൻ സി വെദർ ഫിനോമിനൻസ്, അതായത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അപ്പൊ എല്ലാ കാലാവസ്ഥാ വ്യതിയാനങ്ങളും നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അപ്പോൾ ട്രോപ്പോസ്ഫിയർ ആണ് വെദർ ഫിനോമിനന്റെ കറക്റ്റ് ആൻസർ. ആൻഡ് തിൻ എയർ എന്ന് പറയുന്നത് എക്സോസ്ഫിയറിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഈ ഒരു പിക്ചറിനകത്ത് തന്നിട്ടുണ്ട് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഒന്നാണ് ട്രോപ്പോപാസ് എന്ന് പറയുന്നത്. അതുപോലെ സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും ആ ഒരു വേർതിരിക്കുന്ന ലെയർ ആണ് സ്ട്രാറ്റോപാസ് എന്ന് പറയുന്നത്. മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന അല്ലെങ്കിൽ അതിനിടയിൽ വരുന്ന ഒരു ലെയർ ആണ് പോസ് എന്ന് പറയുന്നത്. അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ് റിനൈസൻസ് അതുപോലെ തന്നെ വുമൺ കാസ്റ്റ് റീഫോംസ് എന്ന് പറയുന്നത്. രാജാറാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി, പണ്ഡിത രമാബായി, ഈശ്വർ ചന്ദ് വിദ്യാസാഗർ തുടങ്ങിയവയ്ക്ക് മാച്ച് ആയിട്ടുള്ളത് കോളം ബിയിൽ നിന്നും കണ്ടെത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സ്ട്രാറ്റജി അഡോപ്റ്റഡ് ബൈ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ടു ചാലഞ്ച് എ സോഷ്യൽ എവിൽ വാസ് ഫോളോയിങ്. ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് വൺ കറക്റ്റ് ആണ്. കാരണം അദ്ദേഹം വെസ്റ്റേൺ ഐഡിയാസ് ആണ് കൂടുതലും റെഫർ ചെയ്തിട്ടുള്ളത്, അതായത് ഇക്വാലിറ്റി കൊണ്ടുവരണം എന്നുള്ള രീതിയിലായിരുന്നു. ആൻഡ് ലുക്കിംഗ് ഫോർ സപ്പോർട്ടീവ് സൂപ്പർ സിറ്റിസൺസ്, ഇത് ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ലാസ്റ്റ് വന്നിട്ടുള്ളത് ഫൈൻഡിങ് വേഴ്സ് ഓർ സെന്റൻസ് ഇൻ ആൻഷ്യൻ ടെക്സ്റ്റ്. ഇതിൽ എയും സിയുമാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ഈ മാച്ച് ദ ഫോളോവിങ്ങിന്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ നോക്കാം. രാജാറാം മോഹൻ റോയിയെ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹമാണ് ബ്രഹ്മസഭ 1828 ബ്രഹ്മസമാജം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മസഭ 1828 അദ്ദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത് ടു റീഫോം ഹിന്ദു സൊസൈറ്റി ആൻഡ് അഡ്വക്കേറ്റ് ഫോർ മോണോതീസം. അടുത്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. എ ഫിലോസഫർ ആൻഡ് സോഷ്യൽ ലീഡർ ഹു ഫൗണ്ടഡ് ആര്യ സമാജ് ഇൻ 1875 പ്രൊമോട്ടിംഗ് റിട്ടേൺ ടു ദി അതോറിറ്റി ഓഫ് വേദാസ്. അപ്പോൾ സ്വാമി ദയാനന്ദ സരസ്വതി ആണ് ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അടുത്തത് പണ്ഡിത രമാബായി ആണ്. പണ്ഡിത രമാബായി എന്ന് പറയുന്നത് ഒരു റിനോഡ് സാൻസ്ക്രിറ്റ് സ്കോളർ ആണ്. ഹു എസ്റ്റാബ്ലിഷ്ഡ് വിഡോസ് ഹോം ഇൻ പൂന ടു പ്രൊവൈഡ് ഷെൽട്ടർ ആൻഡ് ഫിനാൻഷ്യൽ ട്രെയിനിങ് ടു വിഡോസ് ആൻഡ് ഹാഡ് ബീൻ മിസ്ട്രീറ്റഡ് ബൈ ദെയർ ഫാമിലീസ്. ഓക്കെ, അപ്പോൾ പണ്ഡിത രമാബായി എന്ന് പറയുന്നത് പൊതുവെ വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് ഷെൽട്ടർ ഫെസിലിറ്റീസ് കൊണ്ടുവരിക, അവർക്കൊരു ഫിനാൻഷ്യൽ ട്രെയിനിങ്സ് കൊടുക്കുക, പ്രത്യേകിച്ചും ഫാമിലിയിൽ നിന്ന് ഒരുപാട് ദുരനുഭവങ്ങൾ ഉള്ളവർക്ക്. അങ്ങനെ ഒരു വുമൺ റിഫോമർ എന്നുള്ള രീതിയിലാണ് പണ്ഡിത രമാബായി അറിയപ്പെടുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈശ്വർ ചന്ദ് വിദ്യാസാഗർ ആണ്. എ പൈനിയർ ഓഫ് വുമൻസ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, he was instrumental in setting up numerous schools for girls and served as a secretary in Bethune Female School. അപ്പം ഈശ്വർചന്ദ് വിദ്യാസാഗർ എന്ന് പറയുന്നത് സ്ത്രീ വിദ്യാഭ്യാസത്തെ സപ്പോർട്ട് ചെയ്ത് അതേപോലെ പെൺകുട്ടികൾക്കായിട്ട് ഒരുപാട് സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രഗത്ഭനാണ്. അപ്പോൾ രാജാറാം മോഹൻ റായ് എന്ന് പറയുമ്പം ഓർത്തു വെക്കേണ്ടത് ബ്രഹ്മസഭയാണ്, പിന്നീട് അത് ബ്രഹ്മസമാജമായി. സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് പറയുമ്പോൾ ആര്യസമാജമാണ്. 1875 പണ്ഡിത രമാബായി വിധവകൾക്കായിട്ട് ഷെൽട്ടർ ആൻഡ് ഫിനാൻഷ്യൽ ട്രെയിനിങ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഈശ്വർചന്ദ് വിദ്യാസാഗർ സ്ത്രീ വിദ്യാഭ്യാസത്തെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പൈനിയേഴ്സിൽ ഒരാളാണ്. So the next question is, which of the following falls in the context of women and caste reform during the colonial period? Option 4 ആണ്
റോങ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തെറ്റെന്ന് പറയുന്നത് പ്രാർത്ഥന സമാജ് ഡ്രോ ഓൺലി അപ്പോൺ ദ ഹിന്ദു ടെക്സ്റ്റ്. അപ്പം പ്രാർത്ഥന സമാജ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയില് 1867 ആത്മറാം പാണ്ഡു സ്ഥാപിച്ചതാണ്. അപ്പം പ്രാർത്ഥന സമാജിനെ അഥവാ പ്രാർത്ഥന സൊസൈറ്റി എന്നുകൂടി പറയാറുണ്ട്. അപ്പൊ ഇത് സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. അത് പ്രധാനമായിട്ടും മഹാരാഷ്ട്രയുടെ റിനൈസൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിച്ച ഒരു പ്രസ്ഥാനമാണ് പ്രാർത്ഥന സൊസൈറ്റി അഥവാ പ്രാർത്ഥന സമാജ് എന്ന് പറയുന്നത്. And it was started as a movement for social religious reforms in Maharashtra, and believers of Pratana Samaj were devoted theists, and they did not consider the Vedas and divine. Other than religious concern, the primary focus of Pratana Samaj was social and cultural reforms. സോ ഇതിലെ ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ കറക്റ്റ് ആയിട്ടുള്ളതാണ്. പണ്ഡിത രാംബായ് ഫൗണ്ടഡ് ദ വിഡോസ് ഹോം അറ്റ് Pune, and their knowledge of ancient text helped the reforms of promote new laws, and Vidyasagar suggested that the widow could remarry. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു വിഡോ റീമാരേജ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ ഇനി വരികയാണെങ്കിൽ ശ്രദ്ധിക്കുക. ഹു സ്റ്റാർട്ടഡ് ദ മൂവ്മെന്റ് ഇൻ ഫേവർ ഓഫ് വിഡോ റീമാരേജ്? ആൻസർ എന്ന് പറയുന്നത് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആണ്. അപ്പൊ ആ ഒരു പോയിന്റ് കൂടി നോക്കി വെക്കുക. പൊളിറ്റിക്കൽ സയൻസിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ പോർഷൻസിൽ നിന്നുമാണ് അധികം ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ഓപ്ഷൻസ്, അതായത് ട്രൂ ആയിട്ടുള്ളവ കണ്ടെത്തുക എന്നുള്ളതാണ്. പഞ്ച് ഈസ് ഓൾസോ നോൺ ആസ് വാർഡ് മെമ്പർ അണ്ടർ പഞ്ചായത്ത് ഏരിയ. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോൾ പഞ്ചായത്തിനെ പല വാർഡുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആ വാർഡുകളിലെ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ് വാർഡ് മെമ്പർ അല്ലെങ്കിൽ പഞ്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ഗ്രാമസഭ ഇലക്ട് എ പഞ്ചായത്ത് പ്രസിഡന്റ്. അതും കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോൾ ഗ്രാമസഭയിലെ എല്ലാ മെമ്പേഴ്സും ഡയറക്റ്റ്ലി തന്നെ ഇലക്ട് ചെയ്യപ്പെടുന്ന ആളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ സാർ പഞ്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗ്രാമസഭ ഈസ് എ മീറ്റിംഗ് ഓഫ് ഓൾ അഡൾട്ട്സ് ഹു ലിവ് ഇൻ ഏരിയ കവേർഡ് ബൈ പഞ്ചായത്ത്. അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള എല്ലാവരും പങ്കെടുക്കുന്ന ഒന്നാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ, ബി, സി ഇവ മൂന്നും കറക്റ്റ് ആണ്. അപ്പോൾ ഇതിലെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. ഓൾ എ, ബി ആൻഡ് സി ആർ കറക്റ്റ്. അപ്പോൾ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി ഏരിയസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. Legislature and executive cannot interfere with the work of judiciary. This statement stands for which principle of Indian Constitution? Okay. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ തന്നിട്ടുണ്ട്, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ തന്നിട്ടുണ്ട്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് തന്നിട്ടുണ്ട്, ആൻഡ് ജുഡീഷ്യൽ ആക്ടിവിസം തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ് കേട്ടോ. സെപ്പറേഷൻ ഓഫ് പവർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയേക്കാം. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ദ പവർ ഓഫ് ദ കോർട്ട് ടു എക്സാമിൻ ആക്ഷൻസ് ഓഫ് ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചസ് ആൻഡ് സ്ട്രൈക്ക് ദം ഡൗൺ ഇഫ് ദേ വയലേറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് ബേസിക് സ്ട്രക്ചർ ഓഫ് ഡോക്ട്രിൻ എന്ന് പറയുന്നത് എ ലീഗൽ ഡോക്ട്രിൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിന് ഒരു ലീഗൽ ഡോക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ പ്രധാന കാരണമായിട്ടുള്ള ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റാർട്ടിംഗ് ദാറ്റ് സർട്ടൻ ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കനോട്ട് ബി ഓൾട്ടേർഡ് ബൈ പാർലമെന്റ്. അപ്പം ഭരണഘടനയുടെ ചില ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് പാർലമെന്റിന് ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ ബേസിക് സ്ട്രക്ചർ ഓഫ് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. അടുത്തത് ജുഡീഷ്യൽ ആക്ടിവിസം ആണ്. ജുഡീഷ്യൽ ആക്ടിവിസം എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. When the judiciary take a proactive role shaping social policy or protecting right, sometimes stepping into areas typically handled by executive or legislature. Okay. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ 3 സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആണ്. അതായത് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയുടെ വർക്കിനെ ഇന്റർഫിയർ ചെയ്യുന്നില്ല. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് പവർ തന്നെയാണ്. സോ പെഡഗോഗി റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. Which of the following is not a characteristics of continuous comprehensive evaluation?
അപ്പോൾ കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ അഥവാ CCE എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ് പേഴ്സണാലിറ്റി ആണ്. ആൻഡ് ഇറ്റ്സ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് അസസ്മെന്റ് ഓഫ് സ്കോളസ്റ്റിക് ആസ് വെൽ ആസ് കോസ്കോളസ്റ്റിക് ആസ്പെക്ട് ഓഫ് ദ സ്റ്റുഡൻസ് ഗ്രോത്ത്. ഇപ്പൊ സ്കോളസ്റ്റിക് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും കരിക്കുലർ ആക്ടിവിറ്റീസും, എന്നാൽ കോസ്കോളസ്റ്റിക് എന്ന് പറയുമ്പോൾ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് സ്കിൽ ഡെവലപ്മെന്റ് അങ്ങനെയുള്ള സ്കോളസ്റ്റിക് ആസ്പെക്റ്റും ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇതില് ഓപ്ഷൻ ഫസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. ഇറ്റ് ഫോക്കസ് ഓൺ മാർക്ക് ബേസ്ഡ് ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് വർക്ക്. അപ്പൊ മാർക്ക് ബേസ്ഡ് ഇവാലുവേഷൻ ഏത് ഇവാലുവേഷന്റെ ഭാഗമാണെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഇതില് ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക.